അപ്പോൾ ഇന്ന് ആരോ ഒരാൾ എൻ്റെ ഒരു വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടു, സ്റ്റഡി ടിപ്സിൻ്റെ വീഡിയോ ചെയ്യുമോയെന്ന്. സോ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് എനിക്കൊന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നതും അതുപോലെ കമൻസൊക്കെ വരുന്നതും. എനിക്ക് ഈ കമൻസൊക്കെ നോക്കി അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആ സ്റ്റഡി ടിപ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മെയിൻ പോയിൻ്റ് എന്താണോ നമുക്ക് പഠിക്കേണ്ടത്, ആ പഠിക്കേണ്ട വിഷയത്തിൻ്റെ ചാപ്റ്റേഴ്സ് ഇതേപോലെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതുന്ന പോലെ ഇതേപോലെ ഒരു ചതുരക്കട്ട അപ്പുറത്ത് അല്ലെങ്കിൽ വട്ടോ എന്തെങ്കിലും വരച്ചതിന് ശേഷം ഇതേപോലെ വരച്ചെടുക്കുക. അതിന് ശേഷം ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക, എത്രത്തോളം ചാപ്റ്റേഴ്സാണ് ഉള്ളത്, അതിൻ്റെ സ്ട്രെങ്ത് എത്ര എന്നൊക്കെ ഒന്ന് മൈൻഡിൽ കണക്കൂട്ടി വയ്ക്കുക. അതിനുശേഷം ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ടുള്ള ടോപ്പിക്ക്, ആ ടോപ്പിക്കിൻ്റെ ഇടയിൽ കുറേ ടോപ്പിക്ക് വരും. മെയിനായിട്ട് വരുന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതേപോലെ ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ടോപ്പിക്ക് മനസ്സിൽ വെച്ചിട്ട് പഠിക്കുക. ഇന്ന ടോപ്പിക്ക് തന്നെ പഠിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്കണം. ആ ഒരു സംഭവം എനിക്ക് വരാറില്ല ചില ടൈമിൽ, കാരണം നമ്മളെ മൈൻഡ് സെറ്റ് അങ്ങനെ ആവണം. ഇതിപ്പോൾ എനിക്ക് മൂഡ് വരുമ്പോൾ ഞാൻ പഠിക്കും, ആ ഒരു ടൈമാണ് എന്നോടാണ് സ്റ്റഡി ടിപ്സൊക്കെ ചോദിച്ചത്. സോ എന്തായാലും ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇങ്ങനെ നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ നമുക്കൊരു ധാരണ കിട്ടും ഏതൊക്കെയാണ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന്. പിന്നെ സാറ് എവിടെ വരെയാണോ ഒന്ന് അയച്ചത് ആ ഭാഗം ഞാൻ ഒന്ന് എഴുതി, ബാക്കിയുള്ളതൊന്ന് കട്ട് ചെയ്ത് ഞാൻ എഴുതി കുറച്ച് കൂടിപ്പോയതാണ്. സോ പിന്നെ ആ ഒരു ടോപ്പിക്ക് ഓരോന്നായിട്ട് വെച്ച് നമ്മൾ പഠിക്കുക. അത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം അത് ടിക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് എൻ്റെ സ്റ്റഡി ടിപ്സ് എന്നൊക്കെ പറയുന്നത്.